السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ് പഠന പരമ്പരയിൽ ഷെയ്ഖ് ജബീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തസ്ഹീഹുൽ ഫിഖ് എന്ന കിതാബിൽ നിന്ന് കിതാബു സ്വലാ, നിസ്കാരം എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ബാബു സിഫത്തി സ്വലാ, നിസ്കാരത്തിൻ്റെ രൂപം എന്ന അധ്യായമാണ് നിലവിൽ നമ്മൾ എടുക്കുന്നത്. അതിൽ 1646 മസ്അലയാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. അഥവാ റഫ്ഉൽ യദൈൻ ഇൻദ തഹ്രീമത്തി എന്ന ഫസ്ലിലാണിത്. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് കൈകൾ ഉയർത്തുക എന്ന ഉപാധ്യായത്തിൽ ഉയർത്തേണ്ട രൂപം, ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ സമയത്ത് പാടില്ലാത്ത കാര്യങ്ങൾ, അവിടെ കൃത്രിമത്വം വേണ്ടതില്ല എന്നത് തുടങ്ങിയ ധാരാളം മസ്അലകൾ നമ്മളതിൽ ചർച്ചയ്ക്ക് വന്നു. ഇനി 1646 മസ്അല, ഇദാ ലബിസൽ മുസല്ലി കസാഅൻ ഫൗഖ യദൈഹി, നിസ്കരിക്കുന്ന ഒരാൾ തൻ്റെ കൈകൾക്ക് മീതെ വല്ല വസ്ത്രവും ധരിച്ചിട്ടുണ്ട് എങ്കിൽ ലി ഷിദ്ദത്തി ബർദിൻ, ശക്തമായ തണുപ്പ് കാരണം ഒരു കമ്പിളിയൊക്കെ പുതച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്തെത്തി അവർ പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കൈ ഓപ്പണാക്കിയിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞോളം എന്നില്ല. അവർ പക്ഷെ എന്തെങ്കിലുമൊക്കെ പുതച്ചുകൊണ്ടോ അടിപൊളി ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ടോ ഒക്കെയാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ ഔലി ഗൈരിദാലിക, ഇതല്ലാത്ത മറ്റു കാരണങ്ങളാലും, തണുപ്പാവാം, മറ്റെന്തെങ്കിലും കാരണമാവാം, എന്തു കാരണമാവട്ടെ, തൻ്റെ കയ്യിന്മേൽ വല്ല വസ്ത്രവും അണിഞ്ഞുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ ഇസ്തഹബ്ബ ലഹു, അവർ സുന്നത്താണ് കശ്ഫുഹുമാ, അത് വെളിവാക്കൽ, ഇദാ ലം യശുഖ അലൈഹി, അവന് പ്രയാസമില്ലെങ്കിൽ, ഷക്ക യശുഖു, മശക്കത്തില്ലെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ അത് വെളിവാക്കൽ സുന്നത്താണ്. ലിഅന്ന കശ്ഫൽ യദൈനി ഇൻദ റഫ്ഇ അക്മലു മിൻ തഗ്തിയതിഹിമാ, കാരണം കൈകൾ ഉയർത്തുമ്പോൾ, ഇഹ്റാമിലാണല്ലോ, ഉയർത്തുമ്പോൾ കൈകൾ വെളിവാക്കുക എന്നതാണ് അക്മലു, ഏറ്റവും പരിപൂർണമായത്, മിൻ തഗ്തിയതിഹിമാ, അത് മൂടിപ്പൊതിയുന്നതിനേക്കാളും ഏറ്റവും പരിപൂർണമായത് കൈകൾ വെളിവാക്കുക എന്ന്. കൈകൾ ഉയർത്തതാണല്ലോ. അപ്പോൾ കൈ ഉയർത്തുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞതൊക്കെ പറഞ്ഞു, കൈ ചെവിക്കുതിക്ക് നേരെ ഉയരുക, ചെവിക്ക് നേരെയാവുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കൂടുതൽ കാമിലായ രൂപം കൈകൾ വെളിവായിക്കൊണ്ട് ചെയ്യുക എന്നതാണ്. ലിമാ റവാ മുസ്ലിമുൻ അൻ വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി വാഇൽ ഇബ്നു ഹുജർ എന്ന സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്നഹു റഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, റഫഅ യദൈഹി, രണ്ട് കൈകൾ ഉയർത്തിയതായി, ഹീന ദഖല ഫി സ്വലാത്തി, നിസ്കാരത്തിലേക്കാണ് പ്രവേശിക്കുമ്പോൾ നബി തങ്ങൾ കൈ ഉയർത്തിയിരുന്നു. അങ്ങനെ കബ്ബറ, പിന്നീട് നബി തങ്ങൾ തക്ബീർ ചൊല്ലി. സുമ്മൽ തഹഫ ബിസൗബിഹി, പിന്നീട് നബി തങ്ങൾ തൻ്റെ വസ്ത്രം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു. തക്ബീർ ചൊല്ലിയ ശേഷം കൈ ഇങ്ങനെ വസ്ത്രത്തിനുള്ളിലേക്ക് നബി ഇങ്ങനെ പൊതിഞ്ഞു. സുമ്മ വദഅ യദഹുൽ യുംനാ അലൽ യുസ്റാ, എന്നിട്ട് വലതു കൈ ഇടതു കൈയിന്മേൽ വെച്ചു. ഫലമ്മ അറാദ അൻ യർകഅ, നബി തങ്ങൾ റുക്കൂ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അഖ്റജ യദൈഹി മിനസ് സൗബി, വസ്ത്രത്തിൽ നിന്ന് കൈകൾ പുറത്തേക്കെടുത്തു. സുമ്മ റഫഅഹുമാ, എന്നിട്ട് അതിനെ ഉയർത്തി. സുമ്മ കബ്ബറ ഫറകഅ,
എന്നിട്ട് തക്ബീർ ചൊല്ലി റുക്കൂ ചെയ്തു. ഫലമ്മാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റഫഅ യദൈഹി, അപ്പോഴും കൈകൾ ഉയർത്തി. ഫലമ്മാ സജദ, സുജൂദ് ചെയ്തപ്പോൾ സജദ ബൈന കതിഫൈഹി, രണ്ട് ചുമലുകൾക്കിടയിലായിക്കൊണ്ട് നബി തങ്ങൾ സുജൂദ് ചെയ്തു. രണ്ട് ഷോൾഡറിൻ്റെ ഇടയിലായിക്കൊണ്ട് മുഖം വരുന്ന രീതിയിൽ നബി തങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൈ ഉയർത്തി എന്ന് പറഞ്ഞു. അതേപോലെ കൈ വെച്ചതിന് ശേഷം നബി തങ്ങൾ വസ്ത്രം കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞു. റുക്കൂയിലേക്ക് പോകാൻ നേരത്തെ നബി കൈ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കൂയിലേക്ക് പോയി. അപ്പോൾ ഇത് അറിയിക്കുന്നത് കൈ വെളിവാക്കലാണ് ഏറ്റവും അക്മലായ പരിപൂർണമായ രൂപം എന്നാണ് അതിൽ മനസ്സിലായത്. അതേസമയം കൈ പുറത്തേക്ക് എടുത്തില്ല, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം പാത്തിലാവുകയോ നിസ്കാരത്തിന് കോട്ടമുണ്ടാവുകയോ ഒന്നുമില്ല. കൈ ഉയർത്തുക എന്ന് പറഞ്ഞതിൽ പൂർണ്ണമായ രൂപം കൈ വെളിവാക്കിക്കൊണ്ട് ഉയർത്തലാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ്. എന്നാൽ ഫൈൻ ഷഖ്ഖ അലൈഹി, അവന് പ്രയാസമായാൽ, എന്ത് പ്രയാസമായാൽ? കശ്ഫുഹുമാ, അത് വെളിവാക്കൽ പ്രയാസമായി. ലിലീഖിൽ കസാഇ, ഒന്നുകിൽ ആ വസ്ത്രം വളരെ ടൈറ്റാണ്, നമ്മൾ അണിഞ്ഞ വസ്ത്രം ടൈറ്റായ കുടുസായ വസ്ത്രമാണ്, അപ്പോൾ അതിന് വെളിവാക്കണമെങ്കിൽ കുറേ എടുക്കാറുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കൈ ഊരാനും ഇടാനും പറ്റിയ രൂപത്തിലുള്ള ഒരു വസ്ത്രമല്ല. ഒരു വൈരിഹി, അതിന് മറ്റു കാരണങ്ങളാൽ ശക്തമായ തണുപ്പാണ്, കൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് തണുപ്പിനെ അവന് ഭയപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തുമാവാം, ഏതെങ്കിലും നിലയ്ക്ക് അവന് കൈ അങ്ങനെ വെളിവാക്കിയ പ്രയാസമുണ്ട് എങ്കിൽ റഫഅഹുമാ, അതിന് ഉയർത്താം. വഹുമാ തഹ്തൽ കസാ, ആ വസ്ത്രത്തിനുള്ളിലായിക്കൊണ്ട് തന്നെ ഉയർത്താം. ലിൽ ഹാജത്തി ഇലാ ദാലിക, അതിന് അങ്ങനെ ആവശ്യമുള്ളതിനാൽ. അപ്പം അങ്ങനെ കൈ മടച്ചു വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ ഏറ്റവും അക്മലായ പരിപൂർണമായ രൂപം കൈകൾ ഓപ്പണായിക്കൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഉയർത്തലാണ് ഏറ്റവും പരിപൂർണമായ രൂപം എന്ന് ആ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു അഅലം. ഇനി 1648, ഇദാ അജസൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾക്ക് കഴിയാതായാൽ, അശക്തമായാൽ, അൻ റഫ്ഇ ഇഹ്ദാ യദൈഹി, ഒരു കൈ ഉയർത്താൻ അവന് കഴിയില്ല. ഔ അജൽ റഫ്ഇൽ യദൈനി, രണ്ട് കൈ ഉയർത്താൻ കഴിയില്ല. ഇലാ ഹദവിൽ മൻകിബൈനി, ചുമലുകൾ വരെ അവന് കൈ ഉയർത്താൻ കഴിയില്ല എങ്കിൽ അതാ ബിമാ യസ്തതിഉഹു മിൻ ദാലിക, എത്രയാണോ കഴിയുക അത് ചെയ്യും. കൈ കുഴഞ്ഞ ഒരാളാണ്, കുറച്ച് പൊന്തും, അതിനപ്പുറത്തേക്ക് പൊന്തിക്കാൻ കഴിയില്ല എങ്കിൽ എത്രയാണോ പൊന്തിക്കാൻ പറ്റുക അത്ര പൊന്തിക്കും. ഇതുവരെ പൊന്തിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ് തീരെ പൊന്തിക്കണ്ട എന്നുണ്ടോ? ഇല്ല. അവൻ എത്രയാണോ സാധിക്കുക ചെയ്യുക. ഒരു കൈ തളർന്നാണ് എങ്കിൽ മറ്റേ കൈ ഉയർത്തുക, ഒരു കൈ മുറിഞ്ഞു പോയതാണ് എങ്കിൽ മറ്റേ കൈ മാത്രം ഉയർത്തുക. അത് എത്രയാണോ സാധിക്കുക അതവൻ ചെയ്യട്ടെ. ലിഖൗലിഹി തആല ഫത്തഖുല്ലാഹ മസ്തതഅ്തും, ഒരുപാട് മസ്അലയിൽ തെളിവായി വന്നപ്പോൾ ഫത്തഖുല്ലാഹ് ഇതൊരു ഖാഇദയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഖാഇദയാണ് ഈ പറഞ്ഞ ഭാഗം. ദീനിൽ പ്രയാസമില്ല, ദീനിൽ പ്രയാസപ്പെടുത്തലില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു അസ്ലാണ്. അപ്പോൾ അതിന് തെളിവായി പറയുന്ന ആയത്തുകളും ഹദീസുകളും അതിൽ പ്രധാനപ്പെട്ട ആയത്താണിത്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ കഴിയാത്തതോ അത് നമുക്ക് കൽപ്പനയില്ല. അതേപോലെ മാ ജഅലല്ലാഹു അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് മതത്തിൽ ഒരു പ്രയാസം നിശ്ചയിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ വ്യത്യസ്തമായ ആയത്തുകൾ. അതുപോലെ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളൊരു കാര്യം കൽപ്പിച്ചാൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രാവർത്തികമാക്കുക, ഒരു കാര്യം ഞാൻ വിരോധിച്ചാൽ നിങ്ങളത് ഒഴിവാക്കുക. അപ്പോൾ അവിടെ ചെയ്യാൻ പറഞ്ഞപ്പോൾ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞു. ഇതൊരു അസ്വല് ഖാഇദയാണ്. ഫിഖ്ഹിലെ എല്ലാ നിയമങ്ങളും സ്ഥാപിതമായത് ചില അടിസ്ഥാന ഖാഇദകൾ, ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന് പറയും. ഫിഖ്ഹിയായ ഖാഇദകൾ, 10-30ഓളം ഖാഇദകൾ, അടിസ്ഥാന നിയമങ്ങൾ ആവശ്യത്തിലുണ്ട്. ആറ്റിക്കുറിക്കുമ്പോൾ 5 നിയമം അല്ലെങ്കിൽ 6 നിയമത്തിലേക്ക് ഇതിനെല്ലാം കൊണ്ടുവരാൻ കഴിയും. അതിൽപ്പെട്ട നിയമമാണ് ഇത്. മതത്തിൽ പ്രയാസമില്ല. അദ്ദീനു യുസ്റുൻ, അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാകുന്നു. അത് അടിസ്ഥാനമായ ഖാഇദയാണ്. ആ ഖാഇദയിൽ നിന്ന് ഒരുപാട് അനുബന്ധമായ ഖവാഇദ്, അനുബന്ധമായ നിയമങ്ങൾ വേറെ വരും. ആയിരക്കണക്കായ മസ്അലകളിലേക്ക് ഇത് വെളിച്ചം വീശും.
അത് ചിലതിൽ വ്യക്തമായ ആയത്തെ ദിവസം ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ലെങ്കിലും ഈ ഈ മസല പറഞ്ഞാൽ ഇപ്പം ഇതിൽ ഹദീസ് ചോദിച്ചാലോ ഇല്ല, കയ്യത്ര ഉയർത്താൻ കഴിയില്ല, അയാൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഹദീസ് ഉണ്ടാവില്ല. അപ്പം അയാൾ കഴിവനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തെളിവെന്താണ്? ഈ പൊതുവായ തെളിവ് ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുക? സമാനമായ ഒരുപാട് വിഷയത്തിൽ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ ഹുസൈൻ പ്രയാസമായി രോഗിയായി കഴിഞ്ഞപ്പോൾ നബി ഞങ്ങൾ കാണാൻ വന്നു. അവൻ നബി പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നിങ്ങൾ നിന്ന് നിസ്കരിക്കണം, കഴിയില്ലെങ്കിൽ ഇരുന്നു കൊണ്ട്, കഴിയില്ലെങ്കിൽ കിടന്നുകൊണ്ട് എന്ന് നബി പറഞ്ഞു. അപ്പം കഴിയില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. അത് ഒരുപാട് വിഷയങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ചൊരു ഒരു അസ്ലാണ്. അതാണ് ഇവിടെയും ഫത്തഖുല്ലാഹ മസ്തതഅ്തും. ഇതൊരു അസ്ലാണ്, ഒരു അടിസ്ഥാന ഖാഇദയാണ്. ഫിഖ്ഹിൽ വരുന്ന ഖാഇദയിൽപ്പെട്ടൊരു ഖാഇദയാണ് അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാണ് എന്നുള്ളത്. അത് തെളിവാണ് ഇത്. അപ്പം കഴിയാത്തൊരു കാര്യം അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയില്ല. അതാണ് നമ്മുടെ പ്രാർത്ഥനയും. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, കഴിയാത്ത റബ്ബേ നീ ഞങ്ങളുടെ മേൽ വഹിപ്പിക്കല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അല്ലാഹു ഒരാളെയും കീർത്തിക്കുകയില്ല ഇല്ലാ വുസ്അഹാ, അവരെ കഴിവനുസരിച്ചല്ലാതെ അല്ലാഹു തആല കീർത്തിക്കുകയില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും ആവർത്തിച്ച് വരും. ഫിഖ്ഹിൽ ഒരുപാട് മസ്അല നമ്മളൊക്കെ തെളിവായി വരിക ഈ ആയത്തായിരിക്കും. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. ഇത് നോക്കിയിട്ട് പണ്ട് കാന്തപുരം മുസ്ലിം പറഞ്ഞത് തഖ്വ നിർബന്ധമില്ല, തഖ്വ നിർബന്ധമില്ല, ഫത്തഖുല്ലാഹ മസ്തതഅ്തും. കഴിയുമെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അപ്പോൾ കഴിയില്ലെങ്കിലോ അല്ലാഹുവിനെ സൂക്ഷിക്കണ്ട. അപ്പോൾ തഖ്വ നിർബന്ധമുള്ളതല്ല, കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് മൂപ്പര് പണ്ട് പ്രസംഗിച്ചത്. പിന്നെ മറ്റൊരു ക്ലിപ്പാക്കി കൊണ്ടിരുന്നു ഇവിടെ ഈ കേസിൻ്റെ ആൾക്ക് വ്യാപകമായി ക്ലിപ്പാക്കിയിട്ട് അന്ന് എല്ലാ സ്ഥലത്തും അതൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗിച്ച് പോയിരുന്നു. തഖ്വ നിർബന്ധമില്ല എന്ന് പറഞ്ഞാലാണ് ഇയാൾ അതിന് ഖുർആൻ തെളിവ് ഓതി ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അർത്ഥം വെച്ചത് കഴിയുമെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പോൾ പിന്നെ നിർബന്ധമില്ല, കഴിയുമെങ്കിൽ സൂക്ഷിക്കാനാണ് നിർബന്ധമില്ലല്ലോ. അപ്പം അതല്ല ഫത്തഖുല്ലാഹ, അത് അമ്രാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് അമ്രാണ്, വാജിബാണ്. എത്ര സൂക്ഷിക്കണം? മസ്തതഅ്തും, കഴിവനുസരിച്ച്. അപ്പം ഇത്തഖുല്ലാഹ അമ്രാണ്, അത് വാജിബാണ്, അത് സുന്നത്തല്ല. നേരെ മറിച്ച് അതിൻ്റെ തോതാണ്. തഖ്വ കൂടാം കുറയാം, അത് ഓരോരുത്തരെയും സന്ദർഭ സാഹചര്യമാണ്. അതാണ് മസ്തതഅ്തും എന്ന് പറഞ്ഞത്. അതോടെ ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു. അത് റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തുക എന്ന ഉപാധ്യായത്തിലാണ് ഇത്രയും ചർച്ചകൾ ഇവിടെ നമ്മുടെ ഗ്രന്ഥകർത്താവ് കൊണ്ടുവന്നത്. 1640 മുതൽ 1648 വരെ 8 മസ്അലകൾ, ഈ 9 മസ്അലകൾ ആ വിഷയത്തിലാണ് വന്നത്. റഫ്ഉൽ യദൈൻ ഇൻദ തഹ്രീമ, തക്ബീറത്തുൽ ഇഹ്റാമിൽ തഹ്രീമിൻ്റെ സമയത്ത് കൈകൾ ഉയർത്തൽ എന്ന വിഷയത്തിലാണ്. ഇനി അവിടെ മറ്റു ചർച്ച അദ്ദേഹം കൊണ്ടുവന്നത് ഫസ്ലുർ റാബിഉ, 4ാമത്തെ ഉപാധ്യായം വദഉർ റഅ്സി ഇൻദ തഹ്രീമ, തഹ്രീമിൻ്റെ സമയത്ത് തലയുടെ ഒരു രൂപം, തല എങ്ങനെയാണ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്. അതിൽ ആളുകൾ പലതരം തക്കല്ലുഫുകൾ കാണിക്കലുണ്ട്. ആവശ്യമില്ലാതെ തല ഭയങ്കരമായി കുനിക്കുക, തല ഇങ്ങനെ ഇളക്കുക, തല ഇങ്ങനെ ഉയർത്തുക, പല രൂപത്തിൽ ആളുകളിൽ ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വല്ല അധ്യാപനവും ഉണ്ടോ എന്നതാണ് അവിടുത്തെ ചർച്ച. 2 മസലയേ ഉള്ളൂ. ഒന്ന് 1649 യംബഗി അൻ യകുന റഅ്സുൽ മുസല്ലി ഇൻദ തക്ബീറത്തുൽ ഇഹ്റാമി മുഅ്തദിലൻ, നിസ്കരിക്കുന്നവൻ്റെ തല തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ മുഅ്തദിലൻ, നേരെയായിരിക്കണം. ഇഴ്തിദാൽ ആണ് മുഅ്തദിൽ, നേരെ ചൊവ്വെന്നിരിക്കുക എന്നാണ്. ഫലാ യർഫഉ റഅ്സഹു വലാ യഖ്ഫിദുഹു, തല ഉയർത്തുകയും വേണ്ട, തല താഴ്ത്തുകയും വേണ്ട. നിസ്കാരത്തായിട്ട് പ്രത്യേകിച്ച്, നിൽക്കുമ്പോഴായിട്ട് പ്രത്യേകിച്ച് ഒരു ഉയർത്തൽ, പ്രത്യേകമായ താഴ്ത്തൽ അതൊന്നുമില്ല. എന്തുകൊണ്ട് ഇല്ല? ലിഅദമി ബുറൂദിഹിമാ, അത് വന്നിട്ടില്ല ഹദീസ്. അങ്ങനെ പ്രത്യേകിച്ച് തല, ഇപ്പം കൈ എങ്ങനെ ഉയർത്തണം ഇപ്പം ഹദീസ് വന്നല്ലോ, തല കൈ ഉയർത്തണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ വെക്കണം ഇതൊക്കെ വന്നല്ലോ. എന്നതുപോലെ നൃത്തത്തിൽ തല ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ചൊന്നും ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിൽക്കുമ്പോൾ അയാൾ തല എങ്ങനെയാണോ അത് മതി, അതിനപ്പുറത്തേക്കൊരു കൃത്രിമത്വം അതിൽ ആവശ്യമില്ല. അത് നോട്ടം, അത് വേറെ വരും. ഫയബ്ഖ അലാ ഹാലിഹി അൽ മുഅ്തദതി, ഫയബ്ഖ, അപ്പോൾ അവൻ നിലനിൽക്കണം, അലാ ഹാലിഹി അൽ മുഅ്തദ, സാധാരണ പതിവ് പ്രകാരമുള്ള ഹാൽ എന്താണോ ആ ഹാലിൽ അവൻ നിലകൊള്ളണം. വഹിയ അൽ ഇഴ്തിദാൽ, അതാണ് ഇഴ്തിദാൽ, നേരെ ചൊവ്വെ നിൽക്കുക.
അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിർത്തം, നേരെ ചൊവ്വേ നിൽക്കുക, അതാണ് വേണ്ടത്. വഖദ് ദക്കറ ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, അന്ന ഖഫ്ള റഅസി ഹുനാ മിനൽ ബിദ്അഇ, ഈ സന്ദർഭത്തിൽ തല താഴ്ത്തുക എന്നത് ബിദ്അത്താകുന്നു എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. സുന്നത്ത് പ്രത്യേകമായി ഇങ്ങനെ തല കുനിച്ച് ഭയങ്കരമായ ഭക്തിക്കുള്ള പോലെ കാട്ടുന്ന മനുഷ്യന്മാരൊക്കെ കാണും. അങ്ങനെയൊക്കെ ചെയ്യൽ ബിദ്അത്താണ് എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മുത്തലക്കായി പറയാൻ പറ്റിയതല്ല, സുന്നത്താണ് വിചാരിക്കുകയാണെങ്കിൽ ബിദ്അത്താകും എന്ന് പറയാം. അതുകൊണ്ടായിരിക്കാം ദക്കറ ബഅദു അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. താഴെ നമ്പർ 1 കാണാം. ഖാല ഫിൽ ബഹർ റായിഖ്, ഹനഫി മദ്ഹബിലെ കിതാബാണ് അൽ ബഹർ റായിഖ്. അതിൽ കാണാം വമിന സുനനി അല്ലാ യുതഅതി റഅസഹു ഇൻദ തക്ബീരി കമാ ഫിൽ മബ്സൂതി വഹുവ ബിദ്അത്തുൻ. അത് അദ്ദേഹം സൂചിപ്പിച്ചത് തലങ്ങൾ താഴ്ത്തുക അത് ചെയ്യാതിരിക്കണം. കമാ ഫിൽ മബ്സൂത്ത്, മബ്സൂത്ത് എന്ന കിതാബിൽ പറഞ്ഞതുപോലെ വഹിയ, അങ്ങനെ താഴ്ത്തുക എന്നത് ബിദ്അത്തുൻ, ബിദ്അത്താകുന്നു. അപ്പം അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുസന്നിഫ് ഇബ്നു ജബീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി പറയാതെ അദ്ദേഹം അവിടെ ഇങ്ങനെ പറഞ്ഞത്, വഖദ് ദക്കറ ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ഈ മബ്സൂത്താണ് ഇമാം ഷാഫി 9 ദിവസം കൊണ്ട് ഇഫ്ലാക്കിയത്, അല്ല സോറി, ഒറ്റ രാത്രി കൊണ്ട് ഇഫ്ലാക്കിയത്. മബ്സൂത്ത് എന്ന കിതാബാണ് ഇമാം ഷാഫി ഒരു രാത്രി കൊണ്ട് ഇഫ്ലാക്കി. ഇഷാക്ക് ശേഷം തുടങ്ങി സുബിയായപ്പോഴേക്ക് കിതാബ് ഫുള്ള് കാണാപ്പാടം പഠിച്ചു എന്ന് പറഞ്ഞ കിതാബാണ് അൽ മബ്സൂത്ത് എന്ന് പറയുന്ന കിതാബ്, ഹനഫി മദ്ഹബിലെ ഗ്രന്ഥം. ഇനി 1650 ഫൈൻ കബ്ബറദിൽ ഇഹ്റാം, ഈ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, ഔ ഇസ്തമറ, അല്ലെങ്കിൽ ഇഹ്റാമിന് ശേഷം അയാൾ തുടർച്ചയായി നിലകൊണ്ടു, തൂല ഖിയാമിഹി, ആ നൃത്തത്തിലുടനീളം എങ്ങനെ മുത്തരിഖൻ റഅസഹു, തല താഴ്ത്തിക്കൊണ്ട് അങ്ങനെ അയാൾ നിസ്കരിച്ചു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോൾ തല താഴ്ത്തിക്കൊണ്ടാണ്, നൃത്തത്തിൽ മൊത്തം അയാൾ തല താഴ്ത്തിക്കൊണ്ട് നിന്ന് എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാവും. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയോ അതിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ലിഅന്നഹു ഖദ് അതാ ബിൽ ഖിയാമിൽ വാജിബി, അപ്പോൾ എന്തുകൊണ്ട് നിസ്കാരം സ്വഹിയാവും? ലിഅന്നഹു അതാ, അവൻ നിർവഹിച്ചിരിക്കുന്നു, ബിൽ ഖിയാമിൽ വാജിബി, വാജിബായ നൃത്തം എന്നത് ചെയ്തിട്ടുണ്ട്. ഫർള് എന്തേ ഉള്ളൂ? നിൽക്കുക എന്നേ ഉള്ളൂ. ഫർളിൽ നിൽക്കുക, അതാണ് റുക്ന്. ഫാത്തിഹയുടെ സമയത്ത്, സൂറത്തിന്റെ സമയത്ത് ഒക്കെ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തൊക്കെ നിന്നുകൊണ്ടാവുക എന്നതാണ് ഫർള്. അതുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഫർളായി ചെയ്യേണ്ട കാര്യം ചെയ്തു. അതിൽ തല ന്യൂസ് ചരിച്ചാലും തല താഴ്ത്തിയാലും തല ഉയർത്തിയാലും ഒക്കെ നിസ്കാരം സ്വഹിയാണ്. പക്ഷെ തല വെക്കേണ്ടത് എങ്ങനെ വെച്ചാൽ സാധാരണഗതിയിൽ നിൽക്കുമ്പോൾ തല എങ്ങനെയായിരിക്കുമോ അതാണ് അയാൾ സ്വീകരിക്കേണ്ടുന്ന കാമിലായ രൂപം എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. വല്ലാഹു അഅലം. ഇനി അൽ ഫസ്ലുൽ ഖാമിസ്, 5ാമത്തെ ഉപാധ്യായം, ഹുക്മുൽ ഖിയാമി വസിഫതുഹു. ഇപ്പം കൈ ഉയർത്താൻ പറഞ്ഞു, ആ കൈ ഉയർത്താൻ വ്യത്യസ്തമായ രൂപങ്ങൾ പറഞ്ഞു. ഉയർത്തുമ്പോൾ കൈ എങ്ങനെ ആവണമെന്ന് പറഞ്ഞു. ഉയർത്തുമ്പോൾ തലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രൂപം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നത് ചർച്ച ചെയ്തു. ഇനി നൃത്തത്തിൻ്റെ ഹുക്മ്, നിസ്കാരത്തിൽ നിൽക്കുക എന്നതിൻ്റെ വിധി എന്താണ്? വസിഫത്തുഹു, ആ നൃത്തത്തിൻ്റെ രൂപം എങ്ങനെ നിൽക്കണം, നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണം? പല നിൽക്കുന്നുണ്ട്, ചെരിഞ്ഞിക്കുക, ചാഞ്ഞിക്കുക, കുമ്പിട്ടുക, ഒറ്റക്കാലം നിൽക്കുക, പല രൂപത്തിൽ നിൽക്കാനോ. എങ്ങനെയാണ് നിൽക്കേണ്ടത്? അതാണ് ഇനിയുള്ള ചർച്ച. 1651 അൽ ഖിയാമു ഹാല തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ നിൽക്കുക എന്നത്, വഹാല ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുന്ന അവസ്ഥയിലും നിൽക്കുക എന്നത്, വമാ യതയസ്സു ബഅദഹാ മിനൽ ഖുർആൻ, ഫാത്തിഹയ്ക്ക് ശേഷം അവൻ സൗകര്യപ്പെടുന്ന ഖുർആൻ ഓതുമ്പോഴും നിൽക്കുക എന്നത്, ഫീ കുല്ലി റക്അത്തിൻ മിൻ റക്അത്തിസ് സ്വലാ, നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും അത് റുക്നുൻ മിൻ അർക്കാനി സ്വലാത്തിൽ ഫരീളത്തി, ഫർള് നിസ്കാരത്തിൻ്റെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാകുന്നു. അപ്പോൾ എവിടെയൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിൽ അപ്പോൾ ഇരുന്നുകാണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പിന്നെ എണീറ്റു പറ്റൂല. ഇഖാമത്തോടത്തേക്ക് അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് കെട്ടിയിട്ട് പിന്നെ എണീച്ച അയാൾ, അത് പോരാ. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് നിന്നുകൊണ്ട് നിർവഹിക്കണം, അത് റുക്നാണ്, ഫർളാണ്. ഫാത്തിഹയുടെ സമയത്ത് നിന്നുകൊണ്ട് ഫാത്തിഹ ഓതണം. സൂറത്ത് ഓതുമ്പോഴും നിന്നുകൊണ്ട് അയാൾ
സൂറത്ത് ഓതണം. ഇത് റുക്നും മിൻ അർക്കാനി സ്വലാത്തിൽ ഫരീളത്തി, ഫർളായ നിസ്കാരത്തിൻ്റെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാകുന്നു. വഹാദാ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. നിൽക്കൽ നിർബന്ധമാണ് എന്ന് ഇജ്മാ ഉള്ള കാര്യമാണ്. അപ്പം നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് ഇത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാവുകയില്ല. ഫർളാണെങ്കിൽ സുന്നത്തിന് പറ്റും എന്ന് പറഞ്ഞു, ഇനിയും പറയുകയും ചെയ്യും. ഫർള് നിസ്കാരമാണോ നിൽക്കാൻ കഴിയുന്ന ഒരാൾ നിന്നേ പറ്റും. പല ആളും കാണാം നിൽക്കും നടക്കും ഒക്കെ ചെയ്യും, പക്ഷെ നിൽക്കുമ്പോൾ കസായിട്ടിരിക്കും. ഓരവിടൊക്കെ പള്ളിക്ക് നടക്കുന്നുണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും, ഒന്നുണ്ടാക്കണം മോൻ കയറി വരണമൊക്കെ കാണാം. നിസ്കരിക്കാൻ കസായ ഇടുന്നാണ്ട് അതിരുന്നാണ്ട് നിസ്കരിക്കും ചെയ്യും. അത് പറ്റൂല. നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഏതാണോ അവിടെ നിന്നോട്ടെ. ചിലപ്പോൾ റുക്കു ചെയ്യാൻ പ്രയാസമുണ്ടാവും, ഇത് നടക്കാൻ പ്രയാസമില്ല, നിൽക്കാൻ പ്രയാസമില്ല, കയറ്റം കഴിയാൻ പ്രയാസമില്ല, പക്ഷെ കുമ്പിടാൻ കഴിയില്ല. അതിന് മനുഷ്യന്മാരുണ്ടാവും. നഷ്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, കുമ്പിട്ടാൽ പിന്നെ അയാൾക്ക് എണീക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല, സുജൂദിക്കാണ്ട് പോകാൻ കഴിയും, പക്ഷെ പിന്നെ എണീക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിയാത്തത് ഏതാണോ അതിലയാൾക്ക് ആ ആനുകൂല്യം എടുക്കാതല്ലാതെ അത് വിചാരിച്ച് തുടക്കം മുതലേ അയാൾ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതല്ല. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് ചെയ്യണം, ഫാത്തിഹ നിന്നുകൊണ്ട് ചെയ്യണം, സൂറത്ത് നിന്നുകൊണ്ട് ചെയ്യണം. ഇതൊക്കെ റുക്നായ കാര്യം, എല്ലാ റക്അത്തിലും അത് റുക്നായ കാര്യമാണ്. കേട്ടില്ല? സുന്നത്ത് നിർബന്ധമില്ല. സുന്നത്ത് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇത് നിസ്കരിക്കാം, പക്ഷെ കൂലി പകുതിയാവും. ഒരു ആനുകൂല്യം എടുക്കല്ലേ, അപ്പോൾ കിട്ടുന്നതിന് കുറച്ച് കുറവുണ്ടാവും. സുന്നത്ത് നിസ്കാരത്തിൽ ഒരു കാരണമില്ലെങ്കിലും ഒരാൾക്ക് ഇത് നിസ്കരിക്കാം. നബി ഞങ്ങൾ ഇത് നിസ്കരിച്ചിട്ടുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിൽക്കുന്നവൻ്റെ പകുതി കൂലിയാണ് ഇരിക്കുന്നവനുണ്ടാവുക, ഇരിക്കുന്നവൻ്റെ പകുതി കൂലിയാണ് കിടക്കുന്നവനുണ്ടാവുക എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ശേഷം അത് വരികയും ചെയ്യും. കാരണമില്ലാതെ, കാരണമുണ്ട്, നിൽക്കാൻ വലിയ പൂതികളാണ് പക്ഷെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലാഹു തആല അയാൾക്ക് നിന്ന കൂലി കൊടുക്കും. കാരണം വൈക്കുന്ന കാലത്തൊക്കെ നിന്ന് നിസ്കരിച്ചാലാണ് ഇപ്പം നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് നിന്ന് നിസ്കരിച്ച് അതേ കൂലി ലഭിക്കുകയും ചെയ്യും. അത് പൊതുവായ തത്വമാണ്. നബി ഞങ്ങൾ പറഞ്ഞു, രോഗിയായി കഴിഞ്ഞാൽ, യാത്രയായി കഴിഞ്ഞാൽ, ആരോഗ്യാവസ്ഥയിലും നാട്ടിലുള്ള അവസ്ഥയിലും അയാൾ എന്തായിരുന്നു ചെയ്തിരുന്നത് അതേ കൂലി അവന് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ രോഗിയാണ് എങ്കിൽ രോഗസമയത്ത് കിട്ടുന്ന കൂലി രോഗമില്ലാത്ത സമയത്ത് ചെയ്ത അമലിൻ്റെ കൂലിയാണ്. അപ്പം അന്ന് വാങ്ങിക്കൊടുത്തവൻ പള്ളിക്ക് വരുന്നുണ്ട്, ഇപ്പോൾ അസുഖമായി, ഓന് പള്ളി വരാൻ കഴിയുന്നില്ല, കേൾക്കുമ്പോഴേക്കും ഓന് പള്ളിയിൽ പോകാൻ പറ്റാത്ത വേദന ഉണ്ട്, ഒരു വസ്തുവില്ല, ഓന് പള്ളി വീട്ടിൽ നിസ്കരിച്ചാലും പള്ളിയിൽ നിസ്കരിച്ചാൽ കൂലി കിട്ടും. ഏതിനും അങ്ങനെ തന്നെയാണ്. അതേപോലെ യാത്രയിലാണ് എങ്കിൽ നാട്ടിലുള്ള സമയത്ത് ചെയ്തിരുന്ന കുറേ നന്മകളുണ്ട്, യാത്ര പോകുമ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പ്രശ്നമില്ല, ഇതേ കൂലി അവന് ലഭിക്കും. അതാണ് നബി ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞല്ലോ, നബിയും സഹാബത്തും ഒന്നിച്ച് പോകുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, നബി മദീനത്തിലെ റിജാലൻ, മദീനയിൽ ചില മനുഷ്യന്മാരുണ്ട്, നമ്മുടെ കൂടെ പോന്നിട്ടില്ലാത്ത ചില ആളുകൾ അവിടെയുണ്ട്. മാ സിർതും മാഷിയ വലാ ഖതഅതും ബാദിയ ഇല്ലാ കാനൂ മഅകും ഔ ശറകൂകും ഫിൽ അജ്ർ. നിങ്ങൾ ഓരോ താഴ്വരകൾ മുറിച്ചു കടന്നു പോകുമ്പോഴും അതേപോലെ ഓരോ കാലടികൾ വെച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ കൂലി അവർക്കും ലഭിക്കാതിരിക്കുകയില്ല. ഹബിസഹുമുൽ ഉദ്റു ഔ ഹബിസഹുമുൽ മറദു, രോഗമാണ് അവരെ തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ന്യായമായ കാരണങ്ങളാലാണ് അവരവിടെ തന്നെ നിൽക്കേണ്ടി വന്നത്. പോരാൻ ആഗ്രഹിച്ചതാണ്, പോരാൻ അവർക്ക് താല്പര്യമുണ്ട്, അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ തടസ്സം വന്ന് പോരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്ന അതേ കൂലി അവർക്കും ലഭിക്കുമെന്ന് നബി ഞങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിക്കുന്നുണ്ട്. വഹാദാ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. കമാ സയതി ഇൻദൽ കലാം അലാ അർക്കാനി സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തിലെ ഫർളുകൾ പറയുന്നിടത്ത് അത് വിശദമായി പറയും. ഇവിടെ ഇപ്പം നൃത്തത്തിൻ്റെ രൂപമാണ് പറയുന്നത്. അപ്പം നൃത്തം വാജിബാണെന്ന് പറഞ്ഞു. ഇനി അർക്കാൻ പറയുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ വരും. എപ്പോഴാണ് ഇരിക്കാൻ പറ്റുക, എപ്പോഴാണ് കിടക്കാൻ പറ്റുക, ഇനി പൗതി നിന്നും പൗതി ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ, ഇതൊക്കെ അവിടെ ചർച്ചകൾ വരും. അങ്ങനെ അറിയില്ല, ശരിയാ അറിയില്ല, അങ്ങനെ ചർച്ച ഉണ്ടോന്ന് അറിയില്ല.
ഇനി ഇങ്ങനെ നിൽക്കൽ ഫർളാണ് പറഞ്ഞ ഇജ്മാ ഉണ്ട് പറഞ്ഞു. നിൽക്കൽ നിർബന്ധമാണ്, ഇജ്മാ ഉണ്ട്. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തിരിക്കുന്നു. അൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കാനത്ത് ബി ബവാസീർ, എനിക്ക് ബാസൂർ ഉണ്ടായിരുന്നു, എനിക്ക് പൈൽസ് രോഗം ഉണ്ടായിരുന്നു. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിസ്സലാത്തി, അപ്പോൾ ഞാൻ നബിയോട് നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു. അതായത് നിൽക്കാൻ കഴിഞ്ഞ പൈൽസ് ഉണ്ടായി, രക്തമൊക്കെ ധാരാളമായി പോയി ക്ഷീണിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചപ്പോൾ ഞാൻ നിസ്കരിക്കേണ്ടത്? ഫഖാല സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി, കഴിയില്ലെങ്കിൽ ഫഖാഇദൻ, നീ ഇരുന്ന് നിസ്കരിച്ചോ. ഫഇൻ ലം തസ്തതി, അതിനും സാധ്യമല്ലെങ്കിലോ ഫഅലാ ജംബിൻ, ഒരു പാർശ്വത്തിലായിക്കൊണ്ട് നീ നിസ്കരിച്ചോ, അഥവാ കിടന്നുകൊണ്ട് നീ നിസ്കരിച്ചോ എന്ന് നബി എന്നോട് പറഞ്ഞു എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി. സ്വഹീൽ ബുഖാരി 1117 ഹദീസാണത്. അപ്പോൾ സ്വഹാബിയാൾ ഒരു സൂക്ഷ്മത കണ്ടു. ഒരു ഹദീസ് പറയുമ്പോൾ ആ സന്ദർഭം കൂടി പറഞ്ഞു. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പൈൽസ് ഉണ്ടെങ്കിൽ ആരും പുറത്തറിയില്ലല്ലോ. ഇതിപ്പോൾ ലോകത്ത് ഖിയാമത്തിന് എല്ലാവർക്കും അറിയാണ് ഇമ്രാൻ ഹുസൈന് പൈൽസ് ഉണ്ടായി തോന്നുന്നത്. പക്ഷേ ഹദീസ് പറയുമ്പോൾ ആ പശ്ചാത്തലം കൂടി പറയാം. അല്ലെങ്കിൽ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ അത്ര പോലും പോലെ ഒരു ഹദീസ് പറയുന്ന സൂക്ഷ്മത പാലിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതൊക്കെ പറ്റത്തായിരിക്കും, ക്ഷീണം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. വരുന്നുണ്ട്, തൊട്ട് ബാക്കിൽ വരുന്നുണ്ട്, ഒറ്റക്കാലം നിൽക്കാൻ പറ്റുമെന്നത്. ഇനി അമ്മന്നാഫില, നേരത്തെ ചോദിച്ച ചോദ്യം, അമ്മന്നാഫില എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഫൽ ഖിയാമു ലഹാ, അത് നിൽക്കുക എന്നുള്ളത് മുസ്തഹബുൻ, സുന്നത്താണ്, വലൈസ ബിവാജിബിൻ, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ സുന്നത്തിലാക്കുവാണെങ്കിൽ കഴിയുമെങ്കിലും ഇത് നിസ്കരിക്കാം. വഹാദാ മുജ്മഉൻ അലൈഹി, ഇതും ഇജ്മാ ഉള്ള കാര്യമാണ്. ലിമാ സബത മിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലൻ നാഫിലത വഹുവ ജാലിസുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു എന്ന് സ്ഥിരപ്പെട്ടു വന്നതിനാലാകുന്നു അത്. അപ്പം നബി ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചു എന്ന് നബിന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ടു, ഇതിന് ശേഷം വരുന്നുണ്ട് സുന്നത്ത് നിസ്കാരം ചർച്ച ചെയ്യുന്നിടത്ത് ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസും അവിടെ നമ്മൾ പറയും. ഇപ്പം ആ അധ്യായമല്ല. അപ്പോൾ നിസ്കാരത്തിന് കഴിഞ്ഞ് നിസ്കാര രൂപം പറഞ്ഞ് കഴിഞ്ഞ ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ എന്നൊരു ഭാഗം വരും. അപ്പോൾ അവിടെ വിശദമായിട്ട് ഇതിൽ വന്ന ഹദീസുകളൊക്കെ പരാമർശിക്കാവുന്നതാണ്. 1653 യുസ്തഹബ്ബു, സുന്നത്താണ്, ഫി ഹാദിൽ ഖിയാം, നൃത്തത്തിൻ്റെ അവസരത്തിൽ, അയ്യുബാഇദ ബൈന ഖദമൈഹി, രണ്ട് കാൽപാദങ്ങൾ തമ്മിൽ അകറ്റൽ, ഖലീലൻ, അല്പം അകറ്റുക, വദാലിക ബിഖദ്രി ജസദിഹി, അവൻ്റെ ശരീരത്തിൻ്റെ തോതനുസരിച്ചാണ് അകറ്റേണ്ടത്. ലിഅന്ന ദാലിക ഹുവൽ ഖിയാമുൽ മുഅ്തദതു, അതാണ് പതിവുള്ള ഖിയാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ പല ആളും ശ്രദ്ധിക്കാതൊക്കെ, പ്രത്യേകിച്ച് ജമാഅത്തായി സ്വഫ്നൊക്കെ നിസ്കരിക്കുമ്പോൾ ആദ്യം കാണാൻ കാല് കുറച്ച് അകറ്റിട്ട് വെക്കും. ഒന്നാമത്തെ റക്അത്തിൽ സുജൂദ് പോയി വരുമ്പോഴേക്ക് പിന്നെ സ്വഫൊക്കെ ലൂസാവും. അപ്പം കാല് ലേശം കൂടി ചുരുക്കും. അപ്പം അങ്ങനെ അകറ്റി വെക്കാൻ പാടില്ല. അയ്യുബാഇദ ഖലീലൻ, അല്പം അകറ്റു. കാര്യം ഇങ്ങനെ അടുപ്പിച്ചിക്കണോ? വേണ്ട. ഇങ്ങനെ ഭയങ്കര അകറ്റണോ? അതും വേണ്ട. അയ്യുബാഇദ ഖലീൽ, അപ്പം ഖലീൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് ഉദാലിക ബിഖദ്രി ജസദിഹി, അവൻ്റെ ശരീരത്തിൻ്റെ തോത്. സാധാരണ ഒരു അറ്റൻഷനായി നിൽക്കുമ്പോൾ നമ്മൾ നിർത്തണ്ടല്ലോ, അതാണ് അവിടെ നിൽക്കേണ്ടത്. അതാണ് സ്വഹാബികളൊക്കെ നിന്ന്. അപ്പോൾ സ്വഫിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗമാണ്. മറ്റു കാലിൻ്റെ അകറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ആൾ കാലുമായി കാലും ചേരും, പക്ഷേ ചുമലുമായിട്ട് ചേരുകയില്ല. ഷോൾഡറും ചേരണമെങ്കിൽ ഓരോരുത്തർ അവനാൻ്റെ അതേ തോതിൽ നിൽക്കണം. അപ്പോഴേ അടുത്ത ആളുടെ ഷോൾഡറുമായി നമ്മുടെ ഷോൾഡർ ചേരുകയുള്ളൂ.
കാൽപാദം തമ്മിൽ ചേരാൻ പറ്റും. അകറ്റി വെച്ചാലും അടുത്ത ആൾ കാൽപാദവുമായി നമ്മുടെ കാൽപാദം ചേരും. പക്ഷേ സ്വാഭാവികമായും രണ്ടാമത്തെ കാലത്ത് എണീക്കുമ്പോൾ ഒന്നും കൂടി അടുത്ത് നിൽക്കും. അപ്പം സൊഫിലൊക്കെ വിടവുകൾ വരും. ഇപ്പം ഞങ്ങൾ ധാരാളമായി ശ്രദ്ധിച്ച കാര്യമാണ് സൊഫിൻ്റെ കാര്യം. സ്വഹാബിമാർ ഏറെ ഗൗരവമായി പറഞ്ഞ കാര്യമാണ് സൊഫിൻ്റെ കാര്യം. അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ അവസാന കാലത്ത് വന്നപ്പോൾ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ നബിയുടെയും 4 ഖലീഫമാരുടെയും പിറകിൽ നിസ്കരിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിസ്കാരമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തിനേക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ അദ്ദേഹം നിസ്കാരം ശ്രദ്ധിക്കുകയും നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ പോരായ്മയൊന്നും കാണുന്നില്ല. മാ അൻകർതു അലൈക്കും ഷൈഅ, നിങ്ങളിൽ ഒന്നും ഞാൻ പ്രശ്നമുള്ളതായി കാണുന്നില്ല. ഇല്ല അന്നക്കും ലാ തതിമ്മുന സുഫൂഫ്, സൊഫുകൾ നിങ്ങൾ പൂർത്തിയാക്കുന്നില്ല എന്നത് മാത്രമേ ഒരു പ്രശ്നമായി കാണുന്നുള്ളൂ. അപ്പോൾ ആ കാലത്ത് സ്വഹാബികൾ ജീവിച്ചിട്ടുള്ള കാലത്തപ്പത് അന്ന് പള്ളിക്കുണ്ടാലൊക്കെ മിക്കവാറും താപീയങ്ങളായിരിക്കും. താപീയങ്ങളുണ്ടാവും, താപികളുണ്ടാവും. സ്വഹാബികൾ ഒറ്റപ്പെട്ടവരൊക്കെ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അവരോടാ പറഞ്ഞ് നിങ്ങൾ സൊഫ് പൂർത്തിയാക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ സൊഫ് കെട്ടിയ കോലം അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ സൊഫ് കെട്ടിയ കാലത്ത് ഞങ്ങളുടെ ചുമൽ അടുത്തുള്ള ചുമലുമായി ഒട്ടിച്ചേർക്കുമായിരുന്നു. യുസ്ലിഖു മൻകിബഹു ബിമൻകിബി സ്വഹാബി, യുസ്ലിഖു ഒട്ടിച്ചേർത്ത് വെക്കാതാ, സലഖാതാണ്. ഞങ്ങൾ ഷോൾഡർ അടുത്തുള്ള ഷോൾഡറുമായി ഞങ്ങൾ ചേർത്തി വെക്കുമായിരുന്നു. വഖദമഹു ബിഖദമിഹി, കാൽപാദം അടുത്തുള്ള കാൽപാദവുമായി ചേർത്തി വെക്കുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ വകഅബഹു ബികഅബിഹി, അവന് ഞെരിയാണി അടുത്തുള്ള ഞെരിയാണിയുമായി ഇങ്ങനെ ചേർത്തി വെക്കും. അപ്പം ഞെരിയാണിയും തട്ടി കാൽപാദം തട്ടി ഷോൾഡറും തട്ടിക്കൊണ്ടാണ് ഞങ്ങൾ സൊഫ് നിന്നത്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നെങ്ങാനും ഞാൻ നിങ്ങളെ അങ്ങനെ സൊഫ് നിർത്തിയാൽ കുറുമ്പ് കാണിക്കുന്ന ഒരു ഒട്ടകത്തെ പോലെ നിങ്ങൾ വെറുപ്പ് കാണിക്കും എന്ന് ആ കാലത്ത് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം ഇന്നത്തെ പറയുന്നല്ലോ, ഇന്നിപ്പോൾ അതന്നെ നമ്മൾ കാണും. സൊഫ അടുപ്പിക്കുമ്പോഴേക്ക് ഓരോരുത്തർക്ക് ഭയങ്കര വെറുപ്പാണ്. സൊഫാണ്ട് അടുപ്പിച്ചാൽ അപ്പോഴേക്ക് കാണാൻ ഓർക്ക് ഇങ്ങോട്ട് കരികളോ, എന്താ പള്ളിക്ക് സ്ഥലമില്ലേ, ഇങ്ങനെ എടുക്കാളായി നിൽക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ കഴിഞ്ഞ ശബാബിലടക്കം കാണാം. എന്തിനാ അങ്ങനെ എടുക്കാറായി കണ്ട് വർത്തക്കാളെ എടുക്കാറാക്കണത് എന്ന് ചോദിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുണ്ട്. അന്ന് ചെറിയ പള്ളിയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അതൊന്നുമല്ല. പിന്നെ വലിയ പള്ളിയാകുമ്പോൾ ഒരു സൊഫിൽ ഒരാൾ നിന്നാൽ പോലെ ഏതായാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ല. അപ്പം നബി അത് പ്രത്യേകം പഠിപ്പിക്കുക. അത് അങ്ങനെ പറഞ്ഞു ഈ അനസ്ലാനത്, ഞങ്ങൾ അങ്ങനെ നിർത്തിയാൽ നിങ്ങൾ വെറുപ്പ് കാണിക്കും. അപ്പം ഒരു സുന്നത്തിലുള്ള ഒരു നിലപാടിൻ്റെ വിഷയം തന്നെയാണത്. അല്ലാതെ പള്ളിന് സൗകര്യം ഉള്ളതില്ലാത്തൊന്നല്ല അവിടെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിക്കവാറും പള്ളികളൊന്നും സുഫിൻ്റെ കാര്യത്തിൽ പൊതുവെ ഒട്ടും ശ്രദ്ധിക്കലില്ല. ഇമാമിങ്ങൾക്ക് ഇത് ബാധ്യതയുണ്ട്. നബി പ്രത്യേകം പറയുമായിരുന്നു, നിങ്ങൾ സുഫ് പൂർത്തിയാക്കുകയും ഇത് നബി സ്ഥിരമായി പറയുന്നുണ്ട്. ഖബത്തുർത്താൻ നബി സ്കരിക്കാൻ മുമ്പ് പറയും, നിങ്ങൾ ഇസ്തബു, നിങ്ങൾ ശരിയായി നിൽക്കണം, നേരെ നിൽക്കണം, നിങ്ങൾ പരസ്പരം കയറിയും ഇറങ്ങി നിൽക്കാൻ പാടില്ല, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല ഖൽബിൽ വ്യത്യാസം ഉണ്ടാക്കും എന്ന് നബി പറയുമായിരുന്നു. സ്വഫിൽ കയറിയും ഇറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും നിൽക്കുകയാണെങ്കിൽ മനസ്സുകൾ തമ്മിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വരും എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. വിടവുണ്ടായാൽ പിശാച്ച് അവിടെ കയറും, ആട്ടിൻകുട്ടി കയറി വരുന്നത് പോലെ പിശാച്ച് അവിടെ കയറി വരുമെന്നൊക്കെ നബി ഞങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. അതിന് ചില മനുഷ്യൻ പരിഹസിച്ചു, അപ്പം ഫൈനിട്ടാൽ അതിലടി കയറൂലേ എന്ന് വെച്ച മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ നബി പറഞ്ഞിടത്ത് നിൽക്കാമെന്നതാണ് അതിലുള്ളത്. അതേപോലെ ഇവിടെ ഗ്യാപ്പില്ല അവിടെ കയറൂലേ എന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത മനുഷ്യന്മാരുണ്ട്. ശരി, അപ്പോൾ അവരുടെ കാൽപാദങ്ങൾ അല്പം അകറ്റുക. എങ്ങനെ അകറ്റണം? പോതാലിക്ക ബിഖദ്രി ജസദിഹി, അവൻ്റെ ശരീരത്തിൻ്റെ തോതനുസരിച്ചാണ് അവൻ അകറ്റേണ്ടത്. അപ്പം അങ്ങനെ ശരീരത്തിൻ്റെ തോതനുസരിച്ചാണ് അകറ്റേണ്ടത് എന്ന് പറയാൻ പ്രത്യേകം തെളിവുണ്ടോ? ഇല്ല. പിന്നെ എന്താ തെളിവുള്ളത്? ഖിയാം എന്നാണ് പറഞ്ഞത്. അപ്പം ഖിയാം എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ഖിയാം ഏതാണ്? നേരെ ചൊവ്വ നിൽക്കുക എന്നുള്ളതാണ്. അകറ്റിക്കണമെങ്കിൽ പ്രത്യേകം പറയും, പ്രത്യേകം അടുപ്പിക്കണമെങ്കിലോ അതും പ്രത്യേകം പറയും. നിൽക്കുക എന്ന് പറഞ്ഞാൽ എഴുത്തിലായി കൃത്യമായ നൃത്തമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതും നിൽക്കുക, ഇരിക്കുക, കിടക്കുക, നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മഅറൂഫായ രൂപമുണ്ട്, അതാണ് ഉദ്ദേശിക്കപ്പെടുക. പതിവുള്ള രീതി. നടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥമാണ്. സ്പീഡ് എടുക്കണമെങ്കിലോ അത് വേറെ പറയും. നടക്കി നേരം വൈകി അത് പ്രത്യേകം പറയും.
നടക്കാൻ പറഞ്ഞാലോ സാധാരണ അർത്ഥം. വേഗം നടക്കണമെങ്കിൽ അത് പ്രത്യേകം പറയണം. മെല്ലെ നടക്കണമെങ്കിലോ അതും പ്രത്യേകം പറയണം. അങ്ങനെ പോലെ കുറച്ച് അകത്ത് പോയി നടക്കാൻ വയ്യാത്തവനുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. എന്താ പറയുക, ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഴുത്താതായ സാധാരണ പതിവുള്ള ഇരുത്തമുണ്ട്, അതാണ് ഇരുത്തം എന്ന് പറഞ്ഞാൽ. അതിന് മാറ്റം വേണമെങ്കിലോ അത് പ്രത്യേകം പറയാം. അപ്പം ഏത് പദത്തിനും ഉണ്ടാകും ഒരു അർത്ഥം, ലുഗവിയായ ഭാഷാർത്ഥം ഉണ്ടാകും, ഒരു ഉർഫ് സാധാരണ അത് ഒരു പരിചയമായ അർത്ഥം ഉണ്ടാകും. ആ അർത്ഥമൊക്കെയാണ് ആ പദം ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കപ്പെടുക. അവ സ്വല്ലി ഖായിമൻ എന്നാ പറഞ്ഞത്. സ്വല്ലി ഖായിമൻ, സ്വല്ലി എന്നുള്ളത് അമ്രാണ്, അമ്ര വുജൂബിനാണ്. അപ്പം അതിന് മനസ്സിലായി നൃത്തം വാജിബാണ്. മാത്രമല്ല കഴിയില്ലെങ്കിൽ എന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പം കഴിയുമെങ്കിൽ അത് പറ്റില്ലാർത്ഥം. അപ്പം ഖിയാം വാജിബാണ് കിട്ടി. രണ്ട് ഖായിമൻ എന്നാ പറഞ്ഞത്. അപ്പം ഖായിം എന്ന് പറഞ്ഞാൽ മുഴുത്താതായ പതിവുള്ള നൃത്തം ഏതാണ്? ഒരു ആവറേജുള്ള നൃത്തമാണ്. അതാണ് ബിഖദ്രി ജസദിഹി, അവൻ്റെ ശരീരത്തിൻ്റെ തോതനുസരിച്ച് അവൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. ഇല്ല, ബദനും ശരീരനാഥത്താണ് ഉപയോഗിക്കുന്നത്. ഇനി 1654 എന്നാൽ ചില മനുഷ്യന്മാർ ഇന്ന് ചെയ്യുന്ന പണി അതെന്താ? മേൽ മുബാഅദത്തി ശദീദത്തി ബൈന ഖദമൈൻ, കാൽപാദങ്ങൾ വല്ലാതെ അകറ്റി വെക്കുക എന്ന ഇന്ന് ചില ആളുകൾ ചെയ്യുന്ന പണി ഫഹുവ മക്റൂഹുൻ, അത് കറാഹത്താണ്. ലിമാ യുഅദ്ദി ഇലൈഹി മിൻ വുജൂദി ഫുർജതൈൻ ഫി സ്വഫി അൻ യമീനിഹി വഅൻ ശിമാലിഹി, അവൻ കാല് അകറ്റും തോറും സ്വഫിൻ രണ്ട് വിടവ് വരാൻ അവിടെ കാരണമായി മാറും. ഒന്ന് വലതുഭാഗത്ത്, മറ്റൊന്ന് ഇടതുഭാഗത്ത്. ആ സ്വഫിൽ വിടവുണ്ടാകാൻ കാരണമാകും എന്നതിനാൽ അത് കറാഹത്താണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുഴുത്താതായ നൃത്തമാണ് നിൽക്കേണ്ടത്. ഇനി അതോടൊപ്പം യുക്റഹു സ്വഫ്ദു, സ്വഫ്ദ് കറാഹത്താണ്. സ്വഫ്ദ് ചെയ്യൽ കറാഹത്താണ്. വഹുവ സ്വഫ്ദ് എന്ന് പറഞ്ഞാൽ മുലാസഖത്തു റിജ്ലൈനി ഹാദൽ ഖിയാം, നിൽക്കുമ്പോൾ രണ്ട് കാലും ചേർത്തി വെക്കുക. അതിനാ സ്വഫ്ദ് അറിയാം. രണ്ട് കാലും ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് നിൽക്കുക, അതും കറാഹത്താണ്. എന്തുകൊണ്ട്? ലിമാ ഫീഹി മിന മുഖാലഫത്തി ലിൽ വുഖൂഫിൽ മുഅ്താദ്, മുഅ്താദായ നൃത്തമാണോ അത്? അല്ല. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് തെളിവുണ്ടായിട്ടില്ല. സ്വല്ലി ഖായിമൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം സാധാരണ നൃത്തമാണ്. അപ്പം കാല് ഇങ്ങനെ വെച്ചു, അത് സാധാരണ ഖിയാമല്ല. കാല് ഇങ്ങനെ വെച്ചു, അതും സാധാരണ ഖിയാമല്ല. അപ്പം അതൊന്നുമല്ല ചെയ്യേണ്ടത്. വലിമാ ഫീഹി മിന തകല്ലുഫി, അതോടൊപ്പം അതിൽ ഒരു കൃത്രിമത്വം ഉണ്ട് താനും. സ്വല്ലി ഖായിമൻ എന്ന് നബി പറഞ്ഞാണല്ലോ, നബിയാണ് നമ്മൾ പറഞ്ഞത് സ്വല്ലി ഖായിമൻ എന്ന് നിസ്കരിക്കുക. അപ്പം ഇങ്ങനെ നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ അതിന് മനസ്സിലാകാം? അതെന്താ പറയുക, ഒരു കൽപ്പിച്ചുകൂട്ടി കാട്ടണ പോലെ എന്താ കാലം ഇങ്ങനെ ചെക്കണ് എന്ന് ചോദിക്കൂലേ? ഒരു തകല്ലുഫാണ്, ഒരു കൃത്രിമത്വം അതിലുണ്ട്. അതുകൊണ്ടും അത് പാടില്ല. അതിനാണ് സ്വഫ്ദ് എന്ന് പറയുക. അത് ശരിയല്ല എന്നാണ്. ഇനി അതേപോലെ തജൂസു, അനുവദനീയമാണ് അൽ മുറാവഹത്തു ബൈന റിജ്ലൈൻ, രണ്ട് കാലുകൾക്കിടയിൽ മുറാവഹത്ത് ചെയ്യൽ. ഹാദൽ ഖിയാം, ഖിയാമിൻ്റെ സന്ദർഭത്തിൽ, നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ മുറാവഹ, റാഹത്തുണ്ടാക്കുക. അതിനാ മുറാവഹ എന്നത്. അതെങ്ങനെയാണ്? വദാലിക, അത് അവൻ അവലംബിക്കുക അല ഇഹ്ദാഹുമാ, ഒരു കാലിലേക്ക് കുറച്ചും അധികം ലോഡ് കൊടുത്തു. വയുരിയഹൽ ഉഖ്റ, മറ്റിന് റാഹത്ത് കൊടുക്കുക. അത് ചോദിച്ചാലോ, ഒരു നിന്ന് കുഴങ്ങുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഒക്കെ ചിലപ്പം ചെറിയ ഒരു കാലിൽ കുറച്ച് അധികം ലോഡ് നിൽക്കും, മറ്റേ കാലം കുറച്ച് ഫ്രീ ആക്കും. ചിലപ്പോൾ കാലിന് ചിലപ്പോൾ ചെറിയ വേദന ഉണ്ടാവും, ഊരവേദന ഉണ്ടാകാം, ചിലപ്പോൾ കാലിൽ തരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ കാലിൽ ഒന്നും ഫ്രീ ആക്കി കൊടുക്കുക, മറ്റേ കാലിലേക്ക് അധികം ലോഡ് കൊടുക്കുക, തിരിച്ചിങ്ങോട്ട് ലോഡ് കൊടുക്കുക, മറ്റേ കാലം ഫ്രീ ആക്കി കൊടുക്കുക. അതിനാണ് മുറാവഹത്ത് എന്ന് പറയുക. തർവീഹ് എന്നും പറയാം, തർവീഹ് അല്ലെങ്കിൽ മുറാവഹ എന്ന് പറയും. അത് അനുവദനീയമാണ്. വബിൽ അഖസ്സി, വിശിഷ്യ ഹാലത്തുൽ ഖിയാം, നൃത്തം ദീർഘിക്കുമ്പോൾ. ദീർഘമായി ഖുർആൻ ഓതുന്ന നിസ്കാരമാണ്, ഇമാം കുറച്ച് അധികം ഓതുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. രണ്ട് കാലം മുഴുത്തതായി ആ നൃത്തം നിൽക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു കാലിലേക്ക് കൂടുതൽ അധികം
ഭാരം കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റും. കാരണം അത് അവന് നൃത്തത്തിന് സഹായകമായി മാറും, അവൻ്റെ ഖിയാമിനത് സഹായകമാണ്, അതുകൊണ്ട് ജായിസാണ്. അവിടെ നമ്പർ 4 കണ്ട ഖാലഫി മവാഹിബുൽ ജലീൽ, മവാഹിബുൽ ജലീലിൽ പറഞ്ഞിരിക്കുന്നു ഖാല ഇബ്നു ഫർഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ ചർച്ച ഈ കാര്യത്തിലുണ്ട്. വതർവീഹുൽ രിജ്ലൈനി അയ്യഅ്തമില വാഹിദത്തിൻ വയുഖദ്ദിമൽ ഉഖ്റ ഗൈറ മുൽതമത്തിൻ അലൈഹാ ഔ യർഫഉഹാ വയദഉഹാ അലാ സാഖിഹി. ഇന്ത 3 രൂപത്തിൽ തർബീഹ് ഉണ്ട്. എല്ലാം ജായിസായിക്കൊള്ളണമെന്നില്ല. തർബീഹ് പല രൂപത്തിലാണ്. ഒന്നിന്മേൽ മാത്രം അവലംബിക്കുക, അത് തർബീഹാണ്. ഒരു കാര്യം മാത്രം അവലംബിക്കുന്നു. വയുഖദ്ദിമുൽ ഉഖ്റ ഗൈറ മുൽതമത്തിൻ അലൈഹാ, മറ്റേ കാലം കുറച്ച് മുന്നിലേക്ക് കയറ്റി വെക്കുക, അതും തർബീഹാണ്. ഒരു കാലം നിന്നിട്ട് മറ്റേ കാലം കുറച്ച് മുന്നിൽ വെച്ചു, അതിന് തർബീഹ് എന്ന് പറയാം. അതിന് വെയിറ്റ് ഒന്നുമില്ല, തർബീഹ് എന്ന് പറയാം. അതേപോലെ ഔ യർഫഉഹാ, അല്ലെങ്കിൽ ഒന്നാമത്തെ കാലം പൊന്തിച്ചേക്കുക, ഒറ്റ കാലം വെക്കുക, മറ്റേ കാലം കുറച്ച് പൊന്തിച്ചു ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി. വയദഉഹാ അലാ സാഖിഹി, എന്നാൽ ആ കാലം മറ്റേൻ്റെ ഈ കണങ്കാലിമ വെക്കുക, ഒരു കാലം മറ്റേ കാലം കണങ്കാലിമ അങ്ങനെ ചവിട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുക. ഇതിനൊക്കെ തർബീഹ് എന്നാണ് പറയുക. അതുകൊണ്ട് ഈ തർബീഹിൽ എല്ലാം ജായിസാകും ഇല്ല. ഫജഅല മിൻ തർബീഹി റിജ്ലൈനി അൻ യഖിഫ അലാ വാഹിദ വയുഖദ്ദിമ അൽ ഉഖ്റ ഫയകൂന മൂജിബൽ കറാഹത്തി ഫീ ദാലിക തഖദീമുഹു ഇയ്യാഹാ. രണ്ടാമത് ഒന്നിനെ മുന്തിച്ചെക്കുക എന്നുള്ളത് കറാഹത്താണ്. കാരണം ഖിയാമെന്ന് പോയി, ഒരു കാലം മുന്നിൽ വെച്ചു, മറ്റേ കാലം കൂടി വെയിറ്റ് കൊടുത്തും ചെയ്തു, അത് പറ്റൂല, അത് ജായിസാന്ന് പറഞ്ഞതിൽ പെടുകയില്ല. വഅമ്മാ ലൗ ലം യുഖദ്ദിംഹാ, ഇത് അത് മുന്നിലേക്ക് വെച്ചിട്ടില്ലെങ്കിലോ ഫയകുനുൽ മത്ലൂബ്, അതാണ് തർബീഹ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കാലം വെയിറ്റ് കുറച്ച് കൊടുക്കുക, മറ്റേ കാലം കുറച്ച് കൂടുതൽ വെയിറ്റ് കൊടുക്കുക, അത് പറ്റും. ഒരു കാലം കുറച്ച് മുന്നിലേക്ക് വെക്കുക എന്നുള്ളത് ഇതിൽ പെടുകയില്ല എന്ന് ഇബ്നു ഫർഹൂൻ പറഞ്ഞിരിക്കുന്നുവെന്ന് മവാഹിബുൽ ജലീലിൽ പറഞ്ഞിട്ടുണ്ട്. തറാവീഹ് മാത്രമേ എവിടെയും പറ്റും. അതെ, ആ പദം അതാണ് തർബീഹ്. ആ പദം ഇതിന് വന്നാണ് തർബീഹ്, തറാവീഹ്. തർബീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാ, അതിന് ബഹുജനമാണ് തറാവീഹ്, വിശ്രമങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുമ്പോഴാണ് തറാവീഹ് എന്ന് പേര് വന്നത് തന്നെ. കുറച്ച് നിസ്കരിക്കും, പിന്നെ കുറച്ച് വിശ്രമിക്കും, പിന്നെ നിസ്കരിക്കും, പിന്നെ വിശ്രമിക്കും. അതുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് വന്നത്. കാരണം ഇശാക്കേശം തുടങ്ങിയാൽ സുബഹിൻ്റെ കുറച്ച് മുമ്പ് അവസാനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ്. ഇപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ നിസ്കരിക്കണില്ല. നമ്മൾ തറാവീഹ് ആവില്ല ശരിക്കും. നമ്മുടെ നിസ്കാരമൊന്നും തറാവീഹ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരാൾ തുടങ്ങിയാൽ പിന്നെ അത്താഴം കഴിക്കാനുള്ള സമയം കിട്ടുമെന്ന് പേടിച്ച് ഞങ്ങൾ പെരേക്ക് ഓടുന്നത്. നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത്താഴം കഴിക്കാൻ സമയം ഉണ്ടാവൂലേ എന്ന ബേജാറിൽ ഞങ്ങൾ വേഗത്തിൽ പോകുമായിരുന്നു. അത്ര വരെ നിസ്കരിച്ചപ്പോഴാണ് കുറച്ച് നിസ്കരിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒന്ന് കിടക്കും. നബിയൊക്കെ ചിലപ്പോൾ ഒന്ന് കിടന്ന് കാണാൻ പറ്റും. നാളെക്കകത്ത് കഴിഞ്ഞ് നബി കിടന്നു ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ണിങ്ങനെ മാളിപ്പോകുമ്പോൾ ആയിഷ ബി ചോദിക്കുക, അല്ല നബി എന്താ ഉറങ്ങുകയാണോ? ഒറ്റയായിട്ടില്ലല്ലോ, ഒറ്റയിലാക്കാതെ നബി ഉറങ്ങലില്ലല്ലോ. അപ്പോൾ ഒറ്റയായിട്ടില്ല, ഇരട്ടല്ലേ 4 ആയിട്ടുള്ളൂ, ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? അപ്പോൾ പറയില്ല ആയിഷ, കണ്ണേ ഉറങ്ങുന്നുള്ളൂ, കൽബുറങ്ങുന്നില്ല. അതാണ് ആ തർബീഹ്, ആ വിശ്രമം. സ്വഹാബികൾ പറഞ്ഞു, ഉമർ ഖത്താബ് ഇമാമിനെ നിശ്ചയിച്ചപ്പോൾ അവിടെ ഇമാമ് 100 കണക്കിന് ആയത്തുകൾ ഓരോ റക്അത്തിലും ഓതുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വടിയിലും കയറിലുമൊക്കെ ഞങ്ങൾ അവലംബിക്കാറുണ്ട്, ക്ഷീണം കാരണം എന്നാണ്. നിസ്കരിക്കാൻ തറാവിക്ക് പോകുമ്പോൾ വടിയും കൊണ്ട് പോകുക. എന്തിന്? ഇമാം കുറേ ഓതുമ്പോൾ ചിലപ്പോൾ വടിമ കുത്തിപ്പിടിച്ച് നിൽക്കേണ്ടി വരും. അത്രയും ദീർഘമായി ഓതും. അതിൽ കയറ് കെട്ടി തൂക്കുന്ന, അവിടെ മേലെ കയറ് കെട്ടി തൂക്കിയിട്ട് അയിമ പിടിച്ചിരിക്കുക. അത് തക്കല്ലുഫ് എന്നപ്പോഴാണ്. നബിയുടെ ഒരു ഭാര്യ കെട്ടി, അത് കണ്ടപ്പോൾ എല്ലാവരും കെട്ടി. അപ്പം നബിക്ക് തോന്നി അതൊരു മത്സരമായി മാറി. ഒരാൾ ആദ്യം മൈമുന ബീവി കയറെട്ടി, അത് കണ്ടപ്പോൾ എന്താ ഓട് മാസം കെട്ടുന്നത് നമുക്കും പറ്റൂലേ എന്ന് പറഞ്ഞ് മറ്റുള്ളൊക്കെ പാടെ എല്ലാ ഭാര്യമാരും വന്ന് അപ്പോൾ കണ്ടപ്പോൾ എന്താ അപ്പോൾ ചോദിച്ചാൽ അല്ല, അത് ഓട് കെട്ടി വേണം കെട്ടിയാണ് എന്നാ കഴിച്ചാളിയാണ്, അത് വേണ്ടാന്ന്. കാരണം അപ്പോൾ പിന്നെ അത് വകുപ്പ് മാറി, അത് തമ്മിലുള്ള ഒരു മത്സരത്തിന് കുളത്തിലേക്ക് അത് പോകുന്നു. അപ്പോൾ അത് വേണ്ട, എല്ലാം കഴിച്ചാളിയാണ്. അപ്പം അങ്ങനെ വേണ്ട. അങ്ങനെ തക്കല്ലുഫിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ എല്ലാം കൂടി പഠിച്ച് വരികയാണെങ്കിൽ ഇപ്പോൾ പറയും കുറച്ച് കിറാത്ത് ചുരുക്കാതാലും വേണ്ടില്ല, ഇത് ശരിയാവില്ല എന്ന് പറയാം. അതല്ല, ഒരാൾക്ക് ന്യായമായിട്ട് അയാൾക്ക് നിൽക്കാൻ പ്രയാസമുണ്ട്, അപ്പം അയാൾ ഒരു വടി കയ്യെ പിടിച്ചു, അതിനത് തെളിവാണ്. അപ്പം അന്ന് ഞങ്ങൾ 100 കണക്കിന് ആയത്തുകൾ ഞങ്ങൾ ഇമാമ് ഓതുമായിരുന്നു എന്നാണ് അതിൽ പങ്കെടുത്തവരൊക്കെ
പറയുന്നത്. അതുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് അതിന് വന്നത്. ഇന്നത്തെ നമ്മുടെ നിസ്കാരത്തൊന്നും ശരിക്ക് ആ പേര് അങ്ങനെ ന്യായപ്രകാരം പറയാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ കഴിഞ്ഞ് അധികം വൈകാതെ തുടങ്ങും. എന്നിട്ട് അവർ രാത്രി അവസാനം വരെ നീണ്ടു നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ ഹത്താ ഖശീന അൻ യഫൂതനാൽ ഫലാഹ്, ഞങ്ങൾക്ക് അത്താഴം കിട്ടുകയില്ലേ എന്ന് വരെ ഞങ്ങൾ പേടിക്കുമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പം തർവീഹ് പല രൂപത്തിലുണ്ട്. അപ്പോൾ ഒരു കാലിൽ ലോഡ് കൊടുത്ത് മറ്റേ കാലിനെ ഫ്രീ ആക്കുക, അതാണ് ഇവിടെ മുറാവഹ എന്ന വാക്ക് ഉപയോഗിച്ച്. മുറാവഹ അല്ലെങ്കിൽ തർവീഹ്. മുറാവഹ അല്ലെങ്കിൽ തർവീഹ് എന്ന് പറഞ്ഞ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഇവിടെ പറഞ്ഞ ജായിസാണെന്ന് പറഞ്ഞ മുറാവഹത്തതാണ് ഒന്നിൽ അവലംബിക്കുകയും മറ്റേതിനെ ഫ്രീ ആക്കുകയും ചെയ്യുക. 1657 തക്റഹുൽ മുറാവഹ എന്ന മുറാവഹത്ത് കറാഹത്താണ്. എങ്ങനെ? രണ്ടിൽ ഒരു കാലിനെ മുന്തിച്ചുകൊണ്ടുള്ള അവസ്ഥയിൽ ഉള്ള മുറാവഹത്ത് അത് കറാഹത്താണ്. ഒരു കാലം മുന്നിൽ നിൽക്കുക, അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ലിമാ ഫീ ദാലിക മിൽ ഇഖ്ലാലി ബിൽ ഇസ്തിഫാഫി ഹാദൽ ജമാഅത്തി, ജമാഅത്തിന്റെ അവസരത്തിൽ സ്വഫായി നിൽക്കുക എന്നതിൽ ഇതുവഴി ഭംഗം വരലുണ്ടാവും. സ്വഫക്ക് എന്താണ്? എല്ലാവരും കൃത്യമായി നിൽക്കണം. അതിൽ ഒരു കാലം മുന്നിൽ വെച്ചാൽ ആ സ്വഫിൻ്റെ പൂർണ്ണതയെ അത് ബാധിക്കും. അതുകൊണ്ടത് പാടില്ല. മാത്രമല്ല അങ്ങനെ പ്രത്യേകമായി പറ്റുമെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവമിട്ട് ഇല്ലതാനും. ഞങ്ങൾ ഈ ഇഖ്ലാൽ ഉണ്ടെങ്കിലും സ്വഫിൽ ഭംഗം വരുമെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റും എന്ന് പ്രത്യേകം തെളിവുണ്ടെങ്കിലോ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ തെളിയോട്ട് വന്നിട്ടുമില്ല. 1658 യുക്റഹു സ്വഫ്നു ഹാദിൽ ഖിയാം. ഇനി ഖിയാമിൻ്റെ അവസരത്തിൽ, നൃത്തത്തിൻ്റെ അവസരത്തിൽ സ്വഫ്ന് കറാഹത്താകുന്നു എന്നാണ്. വഹുവ സ്വഫ്ൻ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒരു കാല് ഉയർത്തി വെക്കുക, അതിനാണ് സ്വഫ്ന് എന്ന് പറയുക. ഒരു കാല് പൊന്തിക്കുക, അതാണ് സ്വഫ്ന്. ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ്. താഴെ കാണാം ഖാല ഫി ലിസാനിൽ അറബി എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 2 സ്വഫനൽ ഫറസു എന്ന അറബികൾ പറയും ഇദാ ഖാമ അലാ തുർഫിർ റാബിഅ, നാലാമത്തെ കാലിൻ്റെ ഒരു തുമ്പിൽ മാത്രം കാര്യം 3 കാലും നിൽക്കുകയാണെങ്കിൽ അതിന് അറബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഫനൽ ഫറസു. കുതിരകളൊക്കെ സാധാരണ 3 കാലും വെക്കും. നാലാമത്തെ കാലം എപ്പോഴും പൊന്തിച്ചിട്ട് നിലത്ത് തട്ടിതായിരുന്ന കോലത്തിൽ നാലാമത്തെ കാലം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നതിനാണ് അതിനെക്കുറിച്ച് മടക്കി പിടിച്ച് നിൽക്കുക. നമ്മുടെ സാധാരണ ആടുകളും പശുക്കളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് അറബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഫനൽ ഫറസു. ഖുർആൻ ഉപയോഗിച്ചത് ഇത് ഉരിദ അലൈഹിസ് ബിൽ അശയ്യി അസ്വാഫിനാത്തുൽ ജിയാദ് എന്ന് വിശുദ്ധ സ്വാദിൽ പറഞ്ഞവിടെ ദാവൂദ് നബിയുടെ വിഷയം പറഞ്ഞപ്പോൾ കുതിരകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊടുത്ത സ്വാഫിനാത്തുൽ ജിയാദ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. സോഫിനാത്ത്, സൊഫൻ ചെയ്ത കുതിരകൾ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അതിനാണ് സൊഫന എന്ന് പറയുക. യുഖാലു അസ്വാഫിനു അൽ ഖായിമു അലാ സലാസി ഖവായിം, 3 കാലിൽ നിൽക്കുന്നവനാണ് സോഫിൻ എന്ന് സാധാരണ അറബികൾ പ്രയോഗിക്കാറുള്ളത്. 3 കാലും നാലാമത്തെ കാല് നിലത്തെക്കാതെ, അതിനാണ് സോഫിൻ. ഫറസുൻ സോഫിൻ എന്ന് പറഞ്ഞാൽ 3 കാലിൽ നിൽക്കുന്ന കുതിര എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ സ്വപ്ന നിസ്കാരത്തിൽ സ്വപ്ന പാടില്ല. നിസ്കാരത്തിൽ പല കാര്യം പറയുമ്പോൾ ഹദീസൊക്കെ പല ജീവികളോടും അതിനെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞ് കാണാൻ പറ്റും. കോഴി കൊത്തും പോലെ കൊത്തുക, നായി കിടക്കും പോലെ കിടക്കുക, കുറുക്കൻ തിരിയുന്ന പോലെ തിരിയുക തുടങ്ങിയ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നിസ്കാരത്തിന് പല വിഷയത്തിലും ഹദീസിൽ പ്രയോഗിക്കപ്പെട്ട പ്രയോഗമാണ്. അതാണ് ഇവിടെയും സ്വഫ്ന്. അപ്പോൾ സാധാരണ ഈ കന്നുകാലികളുടെ ഒരു സ്വഭാവമാണ് സ്വഫ്ന് എന്നുള്ളത്, ഒരു കാലം ഇങ്ങനെ പൊന്തിച്ചിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളെ മൊയ്തീമാലിലുണ്ട് ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്കാലം വന്നിട്ട് ഖത്തം തീർത്തു എന്നാണ് അവിടെ കറാമത്തായി പറഞ്ഞത്. ഒരു കാലം പൊന്തിച്ച് ഒറ്റ കാലം മാസം നിന്നിട്ട് ഒരു ഖത്തം തീർത്തു എന്നാണ്. മുമ്പ് കോട്ടയ്ക്ക് ഏതൊരു ഗണ്ണനുസരിച്ച് ചോദിച്ചിരുന്നു, എന്താ അപ്പം മൊയ്തീൻ ശേഖർ എങ്ങനെ ഒരു കാലം ഉള്ളോ, അത് 2 കാലം ഉണ്ടായിട്ട് വെറുതെ ഒരു വിക്കസം എന്നുള്ളതായിരിക്കും ഒരു കാലം പൊന്തിച്ചിട്ട് ഇങ്ങനെ ഓതിയിലാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിന് മറുപടി പറഞ്ഞ് ചീത്ത പറഞ്ഞത്, മറുപടി പറയാനില്ലല്ലോ. അപ്പം അങ്ങനെ പ്രത്യേകം സുന്നത്തൊന്നുമില്ലല്ലോ, ഒറ്റക്കാലം വന്നാൽ ഖുർആൻ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തൊന്നുമില്ല. പക്ഷെ അവിടെ ഇങ്ങനെ പറഞ്ഞു, റിയാദിൻ്റെ ഭാഗമാണ്.
യഥാർത്ഥത്തിൽ വെച്ചാൽ റിയാദയുടെ ഭാഗമാണ്. സൂഫികൾക്ക് റിയാദകൾ ഉണ്ടാവും. ഈ ത്വരീഖത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുമ്പോൾ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും ആദ്യം. ആ ട്രെയിനിങ് പാസ്സായവനെ ഔലിയാവുള്ളൂ. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലത് ടെസ്റ്റും കൊടുക്കും. അതിൽപ്പെട്ട ടെസ്റ്റാണെന്ന് ഒറ്റക്കാലം വന്നിട്ട് ഖുർആൻ പുള്ള ഓതണം. അപ്പോൾ അത് പാസ്സായി. അതാണ് ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു ആവാർ. ഒറ്റക്കാലം വന്ന് ഖത്തം ഓതാൻ പറഞ്ഞു, അത് കംപ്ലീറ്റ് ഓതി. അപ്പോൾ അത് ഉപരി പാസ്സായി. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തു ആവാർ എന്നാണ് അതിൻ്റെ അടുത്ത വരി. ഒറ്റ വാക്കുകൊണ്ട് 3 കൊല്ലം കാത്തുന്നു. അത് വേറെ ടെസ്റ്റ്. ഒരു വാക്കുമ്പോൾ 3 കൊല്ലം. അതിന് നടന്നു പോകുമ്പോൾ വഴിയിൽ നിന്ന് വേറെ ഒരു ഔല്യം കണ്ട് എതിര് വരികയാണ്. അപ്പോൾ സംഗതി ഇയാൾ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്, അതറിയില്ലല്ലോ. അവിടെ നിന്ന് വന്നു, അവിടെ വെച്ച് കണ്ടുമുട്ടി വർത്തനൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരം മധ്യ അയാൾ പറഞ്ഞു ഇവിടേക്കിട്ട് ഞാൻ വരാറ്. അതാണ് മറ്റയാൾ പോയി അവിടെ നിൽക്കാൻ പറഞ്ഞേരെ. അവിടെ നിന്നു. ആ നൃത്തം നിന്നിട്ട് 3 കൊല്ലം നിന്നതാണ്. 3 കൊല്ലം അവിടെ നിന്ന്. കാരണം നിൽക്കാൻ പറഞ്ഞാണ്. അവിടെ നിന്നു, പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇയാൾ അടുത്ത കൊല്ലം ആ ഡേറ്റിന് ഇയാൾ വന്നു നിൽക്കാൻ പറഞ്ഞ ആൾ. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നില്ലേ, അത് ശരി, അത് അത്ര ഓർത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ അവിടുന്ന് പോയിട്ടില്ല, ആ നൃത്തം നിൽക്കുക അവിടെ. അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് ആ ഭർത്താവിനെ പറഞ്ഞ് ഇവിടേക്കിട്ട് ഞാൻ വരാറ്. അത് പറഞ്ഞ് ഇയാൾ പിന്നെയും പോയി. പിന്നെ മൂപ്പര് വരുന്നത് അടുത്തൊല്ലാണ്. ഇതേ ഡേറ്റ് അതേ സമയത്തുണ്ട് ഇയാളുടെ വരണം. അപ്പോഴും മൂപ്പര് അവിടെ വെക്കാൻ പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ വെക്കുന്നൊരു അന്നും പറഞ്ഞ് ഇവിടേക്കിട്ട് ഞാൻ വരാറ്. ഞാൻ അപ്പോഴേയും പിടിച്ചോണ്ട് ഇഞ്ഞ് പോലെ. പിന്നെ വന്നത് പിന്നത്തെ കൊല്ലാണ്. അപ്പോൾ മനസ്സിലായ ആൾ ടെസ്റ്റ് പാസ്സായിക്കുന്നത്. അപ്പം മൂപ്പർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച പണി ചെയ്യുന്നത്. അതിൽ മൊയ്തീൻ ശൈഖ് പാസ്സായി. അതാണ് ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ. ഒരു ചൊല്ല്, ഒരു വാക്ക് മുഖവേക്കെടുത്തുകൊണ്ട് 3 കൊല്ലം കാത്തുന്ന ആളാണ് മൊയ്തീൻ ശൈഖ്. അതാണ് മൂപ്പർ ഇത്ര വലിയ ഔലിയാൻ കാരണം. വലിയ വലിയ ടെസ്റ്റൊക്കെ പാസ്സായി പോന്ന ആൾ. അതിനാണ് റിയാദകൾ എന്ന് പറയാം. റിയാദ, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയും, നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, എന്താണോ ശൈഖിനെ അപ്പം തോന്നുക അതാണ് പറയും. ആ പറഞ്ഞാണ്ട് ചെയ്തുകൂടാ. ഉറങ്ങാൻ പാടില്ല എന്നറിയാം, അപ്പോൾ ഉറങ്ങണ്ട. അതേപോലെ ഈ നിന്നത് ഇപ്പോൾ നിൽക്കണം, അപ്പോൾ നിൽക്കേനെ വേറെ ചോദ്യമില്ല. എന്തിനാ അങ്ങനെ ചോദ്യം പാടില്ല? കാരണം കൽ ഗോസിലി കൽ മയ്യത്തി ഇന്ദൽ ഗോസിലാണ്. ഷെയ്ഖിൻ്റെ മുമ്പിൽ മുരീദ് നിൽക്കേണ്ടത് കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്ത് കിടക്കും പോലെയാണ് എന്നാണ്. കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്ത് എങ്ങനെയാണോ അതുപോലെയാണ് ഷെയ്ഖിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് എന്നാണ്. മയ്യത്തിൻ്റെ പ്രത്യേകത, കുളിപ്പിക്കണോ എന്ത് കാട്ടിയാലും ഒന്നും പറയില്ലല്ലോ. മറിച്ചിട്ടാൽ മറിയും, തിരിച്ചിട്ടാൽ തിരിയും, എണീപ്പിച്ച് ഇരുത്തിയായിരിക്കും, കിടത്തിയാൽ കിടക്കും. അതാണ് മയ്യത്ത്. എന്നതുപോലെ ഷെയ്ഖ് എന്ത് പറഞ്ഞോ അത് പ്രാവർത്തികമാക്കുക. അപ്പോഴേ ടെസ്റ്റ് പാസ്സാവുള്ളൂ. അതാണ് റിയാദകൾ. ആ റിയാദ എത്ര കഠിനമാകുന്നുവോ അത്ര കണ്ട് ഇയാളുടെ ദറജ വർദ്ധിക്കുന്നതാണ്. അപ്പം മൊയ്തീൻ ഷെയ്ഖിന് ആദ്യകാലത്തൊക്കെ ചെറുപ്പത്തിൽ കുറേ ടെസ്റ്റ് കിട്ടി. ആ ടെസ്റ്റ് പെട്ട ഇതൊക്കെ. അപ്പം അതിൽപ്പെട്ടാണ് ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവാർ, ഒരു കാലം വന്നിട്ട് ഒരു ഖത്തം തീർത്തു പോകുന്നു. അപ്പം അതൊക്കെ പാസ്സായി പോകുന്നതാണ്. പോട്ടെ, നമ്മൾ വിഷയമല്ല. അപ്പം അതല്ല, ഇത് മാജിനും പോലെ മഹത്വമായി പുലർത്തുമ്പോൾ റിയാദകൾ പുലർത്തുന്നത് പറയും. ഈ ത്വരീഖത്തുകളുടെ റിയാദകൾ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകളുണ്ട്. അവിടെ എല്ലാ പിന്നെ ആദാബുൽ മുരീദിൻ്റെ അദബ് പറയുന്ന ധാരാളം കിതാബുകളുണ്ട്. അവിടെയൊക്കെ പറയുന്ന കഥകളാണിതൊക്കെ. ഇതുപോലെ പൊതുവെ അംഗീകരിക്കപ്പെട്ടു പോകുന്ന കഥയാണ്. അല്ല മാലയിൽ മാത്രം വ്യാജമായി കയറി കൂടിയൊന്നുമല്ല. അത് കഥകളായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ട്രെയിനിങ്ങില്ല പല ഷെയ്ഖന്മാർക്കും. അത് ഏത് ഷെയ്ഖാണോ പോയി പിടിക്കുക അയാൾക്കനുസരിച്ചിരിക്കും. ഏത് ഷെയ്ഖിന് ബയ്യത്ത് ചെയ്യാൻ പോകുമ്പോൾ ആ ഷെയ്ഖിൻ്റെ ഇതനുസരിച്ചുണ്ടാവും. ചിലർ കുറച്ചും കൂടി അത് സിമ്പിളായിരിക്കും, ചിലർ ഭയങ്കര ടൈറ്റാക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനത്തെ ഷെയ്ഖിനെ പിടിച്ചാൽ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനും പറ്റും. ഒരു മലൻ്റെ മേലെ കയറും പോലെയാണ് ത്വരീഖത്ത് നാട്. ഒരു മലൻ്റെ മേലേക്ക് ആ മലയുടെ ഏത് ഭാഗത്തു കൂടിയും കയറാം. ചില ഭാഗത്ത് നല്ല സ്റ്റെപ്പ് ഉണ്ടാകും, ചില ഭാഗത്ത് റോഡുണ്ടാകും, ചില ഭാഗത്ത് ഒന്നുമില്ല, കാട്ടിൽ കൂടി നമ്മളെ വിട്ടു തെളിച്ചിട്ട് കയറി പോകേണ്ടി വരും. കല്ലും മുള്ളൊക്കെ ഉണ്ടാകും, എന്നാലും മേപ്പിട്ടെത്തും എന്ന പോലെയാണ്. ഇയാൾക്ക് ഏത് ത്വരീഖത്തും സ്വീകരിക്കാം. ഒരു ത്വരീഖത്ത് കുറച്ച് ദുർഘടമായിരിക്കും, മറ്റേ ത്വരീഖത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഏതെങ്കിലും ത്വരീഖത്തിലൂടെ മാത്രമേ മേപ്പെട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതിൽ പിടിക്കുന്ന ഷെയ്ഖിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ശിദ്ധത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഷെയ്ഖ് വലിയ സ്ട്രോങ് റിയാദ കൊടുത്താൽ ആ റിയാദ പാസ്സാകണം. അതിൽ പരാജയപ്പെട്ടാലോ അതോടി താഴത്തേക്ക് പോലും ചെയ്യും. ചോദ്യമില്ലാന്നാ ചോദിച്ചാൽ അതോടെ ഔട്ടായി. പിന്നെ രണ്ടാമത് തലയ്ക്കുന്ന വെഞ്ചരും. അല്ല, എല്ലാവരെ കുറിച്ചുണ്ട്. മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി മാത്രമൊന്നുമല്ല, എല്ലാവരെ കുറിച്ചുമുണ്ട്. മൊയ്തീൻ ഷെയ്ഖാണ് ഏറ്റവും മുന്നിലേക്ക് എത്തിയ ആളെന്നുള്ളൂ. കുത്തുബുൽ അഖ്താബ് എന്ന സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് കുറച്ച് കഥ അധികം അവരെ പറ്റി ഉണ്ടാകും എന്ന് മാത്രം.
പിന്നെ അപ്പോൾ ഏതായാലും ഇവിടെ സ്വപ്ന എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കാല് പൊന്തിച്ചേക്കുക. രണ്ടിൽ ഒരു കാല് ഉയർത്തുക, അതാണ് സ്വപ്ന. അത് കറാഹത്താകുന്നു. ലിമാ ഫീ ദാലിക മിൻ മുഖാലഫത്തി സിഫത്തിൽ ഖിയാമിൽ മശ്റൂഅത്തി, മശ്റൂആയ നിയമമാക്കപ്പെട്ട ഖിയാം അതിൻ്റെ രൂപത്തോട് എതിരാണ് ഇതൊക്കെ. അതാണ് കാരണം ഈ പറയപ്പെട്ട എല്ലാ മസ്അലയും അയിമയാണ് വന്നത്. അപ്പം ഇവിടെ ഈ വിഷയത്തിൽ വന്ന മസ്അലകൾ മുഴുവനും 1653 മുതൽ ഇങ്ങോട്ടുള്ള ഈ 58 വരെയുള്ള മസ്അലകളൊക്കെ ആ അസ്ലിമെന്നാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ മുഴ്തദായ ഖിയാമുണ്ട്, അതിനെതിരാകുന്ന രൂപങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അത് ഇതിൽ പ്രത്യേകിച്ച് ഹദീസ് ഉണ്ടായിട്ടല്ല, ആ ഖിയാമിൻ്റെ പതിവ് രൂപത്തോട് എതിരായതാകുന്നു അത്. വഹിയ ഏതാണ് മശ്റൂആയ രൂപം? അൻ യഖൂമ അലാ ഖദമൈഹി, രണ്ട് കാലിൽ നിൽക്കുക എന്നതാണ് മശ്റൂഅ്. അതിനെതിരാണ് ഒറ്റക്കാലിൽ നിൽക്കുക എന്നുള്ളത്. ഇനി ഒരാൾക്ക് ഒരു കാലം ഉള്ളെങ്കിലോ കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അല്ലെങ്കിൽ ഒരു കാല് കുറച്ച് നീളം കുറഞ്ഞ കാലാണ്, നിലത്തേക്ക് എത്തൂല. അല്ലെങ്കിൽ ഒരു കാല് കുഴഞ്ഞതാണ്, ഒരു കാല് പൊന്തിക്കാൻ താഴ്ത്താൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അതല്ലെങ്കിൽ രണ്ട് കാലും ഉള്ള സാധാരണ ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് സ്വല്ലി ഖായിമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരാൾ നിൽക്കുക ആ ഒരു മുഴുത്താതായ പതിവുള്ള രൂപത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാത്തതാണ്. അതിന് എതിരാണ് ഈ പറയപ്പെട്ടതൊക്കെ, അത് പാടില്ല. എന്നാൽ അതിന് സഹായകമാകുന്നതാണ് നേരത്തെ പറഞ്ഞ മുറാവഹ തർബീഹ്. അതൊരു പക്ഷേ അയാൾക്ക് ആ ഒരു ആശ്വാസം പരിഗണിച്ചുകൊണ്ട് അത് അനുവദനീയമായി മാറുകയും ചെയ്യുന്നു. അപ്പം ഇത്രയും സംഗതികൾ നൃത്തവുമായി ബന്ധപ്പെട്ടാണ്. നൃത്തത്തിൻ്റെ രൂപം, നൃത്തത്തിൻ്റെ ഹുക്മ്, നിൽക്കുന്ന റുക്കലാണെന്ന് പറഞ്ഞു, എങ്ങനെ നിൽക്കണം എന്നതും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫസ്ല് വദഉൽ യദൈൻ ഹാദൽ ഖിയാം, നൃത്തത്തിൽ കൈകൾ എങ്ങനെ വെക്കണം എന്നാണ്. കൈകൾ എങ്ങനെ വെക്കണം, എവിടെ വെക്കണം, അതാണ് വദഉൽ യദൈൻ, കൈകൾ വെക്കൽ. വലത്തെ കൈ ഇടത്തെ കൈ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇൻഷാ അല്ലാഹ് ആ ബാബിൽ വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പൂർത്തിയാക്കാം. ഏതാണെങ്കിലും അല്ലാഹു തആല ഇതെല്ലാം കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിക്കാനും അമലാക്കി മാറ്റുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.